ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത്. ക്രോപ്പ് ടോപ്പ് അല്ല, സാരി ബ്ലൗസ് ആയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇതാണ് എൻ്റെ മെഷർമെൻറ്റ്. നമ്മൾ കോഴ്സെറ്റ് ടോപ്പ് ചെയ്തപ്പോൾ ബോഡി മെഷറിൻ്റെ കൂടെ എക്സ്ട്രാ ലൂസ് ആഡ് ചെയ്ത പോലെ തന്നെ ബ്ലൗസിനും ആഡ് ചെയ്യണം കേട്ടോ. ബ്ലൗസിൽ അങ്ങനെ എക്സ്ട്രാ മെഷർമെൻറ്റ് ആഡ് ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. കോഴ്സെറ്റ് ടോപ്പിന് ആഡ് ചെയ്ത പോലെ അല്ല കേട്ടോ. ചെസ്റ്റിന് 2.5 കൊടുത്തേക്കണം. സ്ലീവ്ലെസ് ആണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. പിന്നെ ബ്രസ്റ്റ് 1.5, വേസ്റ്റ് നമ്മൾ റെഡി മെഷർമെൻറ്റ് എടുക്കണം. അതായത് നമ്മുടെ ബോഡി മെഷർമെൻറ്റ് 27 ആണെങ്കിൽ 27 തന്നെ റെഡി എടുക്കാം. എക്സ്ട്രാ ലൂസ് ആഡ് ചെയ്യണ്ട, കാരണം സാരി ബ്ലൗസ് ആയതുകൊണ്ടാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പൊക്കെ ആയിട്ടാണ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ 1 ഇഞ്ച് ലൂസ് ഇടാം. പിന്നെ ആം ഹോളിനും ബൈസെപ്സിനും അതുപോലെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ വന്ന് ഇങ്ങനെയാണ് കേട്ടോ. ചെസ്റ്റ് റൗണ്ട് 32.4 പ്ലസ് ലൂസ് എത്രയാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് അത് 2.5 ഡിവൈഡ് ബൈ 4. 4 എന്ന് പറയുന്നത് നമ്മൾ ക്ലോത്ത് 4 മടക്കണത്, ഫ്രണ്ടും ബാക്കും. അതാണ് കേട്ടോ 4 കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബ്രസ്റ്റ് റൗണ്ട് 32 32 പ്ലസ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് 1.5 1.5 ഡിവൈഡ് ബൈ 4. ഇനി വേസ്റ്റാണ്. വേസ്റ്റിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡി എടുക്കുക. 27 ഡയറക്റ്റ് ഡിവൈഡ് ബൈ 4 കൊടുക്കുക കേട്ടോ. നിങ്ങൾ ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ 1 ഇഞ്ച് ലൂസ് കൊടുത്തോട്ടോ. പിന്നെ ഷോൾഡർ 14 ആണ് എൻ്റെ ബോൺ ടു ബോൺ. അപ്പോൾ ഷോൾഡർ 14 ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് -1/2 കൊടുക്കാം. അപ്പോൾ 14 ഡിവൈഡ് ബൈ 2 7 കിട്ടി. 7 - 1/2 ചെയ്യുമ്പോൾ 5/2 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി പാറ്റേൺ കട്ട് ചെയ്യാം. ഞാൻ ചാർട്ട് പേപ്പറിലാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് ബ്രൗൺ ഷീറ്റിലോ ന്യൂസ് പേപ്പറിലോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ചാർട്ട് പേപ്പറും ബ്രൗൺ ഷീറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെയും മെഷർമെൻറ്റ് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ ഷോൾഡറും ചെസ്റ്റ് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത പോലെ 5/2 ആണ് കൊടുത്തേക്കുന്നത്. ചെസ്റ്റ് ലെങ്ത്ത് 5 ആണ് കൊടുത്തേക്കുന്നത്. കാരണം ബ്ലൗസിനൊക്കെ 5 മതിയാവും. ചുരിദാറൊക്കെ ആണെങ്കിൽ 7 കൊടുക്കാം. എന്നിട്ട് ഈ ഷോൾഡർ ലൈനും ചെസ്റ്റ് ലൈനും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ 8.5 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ വെച്ചിട്ട് 8.5 മാർക്ക് ചെയ്യാം. ബ്രസ്റ്റ് റൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് ലൈനിൽ നിന്ന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 13 ആണ് എടുത്തേക്കുന്നത്. പിന്നെ 13 റൗണ്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് വേസ്റ്റ് റൗണ്ട് നമ്മൾ 27 ആണല്ലോ എടുത്തിട്ടുണ്ടായത്. അത് ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് കിട്ടി എത്രയാണോ അതാണ് മാർക്ക് ചെയ്യേണ്ടത്. 6.25 എനിക്ക് കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്തെടുക്കണം, ചെസ്റ്റ് തൊട്ട് വേസ്റ്റ് വരെ. ഇനി നെക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് 6 ആണ് ഡീപ്പ് എടുത്തേക്കുന്നത്. വൈഡ് 3.25 എടുത്തേക്കുന്നത് കേട്ടോ. താഴത്തെ വൈഡാണ് 3.25 എടുത്തേക്കുന്നത്. മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് അതിനൊരു അരയിഞ്ച് കുറച്ച് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഷോൾഡർ അകന്ന് വരും. ബാക്ക് നെക്ക് ഡീപ്പാണെങ്കിൽ മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് നെക്കും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ബാക്കിൽ വൈഡ് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഷോൾഡർ ടു ചെസ്റ്റ് ലെങ്ത്ത് നമ്മൾ 5 ആണെന്ന് എടുത്തേച്ചു. അപ്പോൾ 5ൻ്റെ ഹാഫ് എടുക്കണം. 2/2 നിന്ന് അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഫ്രണ്ട് ആം ഹോളാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. ഇനി ഈ കോർണറിൽ നിന്ന് പുറത്തേക്ക് 1 ഇഞ്ചും 1/2 ഇഞ്ചും മാർക്ക് ചെയ്യാം. ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ചിൽ കൂടിയും ബാക്ക് ആം ഹോൾ 1 ഇഞ്ചിൽ കൂടിയാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ കേർവ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം. നെക്കും ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കേർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഡാർട്ട് പോയിൻ്റ് ആണ് ചെയ്യാൻ പോകണം. എല്ലാവർക്കും ഇതായിരിക്കും ഡൗട്ട് ഉണ്ടാവുക. നമ്മൾ ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ് എടുത്തിട്ടുണ്ടായല്ലോ, അതാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ബസ്റ്റ് ബസ്റ്റ് പോയിൻ്റ് നെക്കിൻ്റെ സൈഡിൽ നിന്ന് അകത്തേക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ അവിടെയും താഴെയും ഏറ്റവും താഴെ വരെ മാർക്ക് ചെയ്യണം കേട്ടോ. പിന്നെ മെഷർമെൻറ്റ് എടുക്കുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. കോഴ്സെറ്റ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായല്ലോ, അതിൽ ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ഈ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റും എടുക്കുന്നത് സെയിം ആണ്. നമ്മൾ എക്സ്ട്രാ മെഷർമെൻറ്റ് ആഡ് ചെയ്ത് കൊടുത്തല്ലോ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്, അതിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ബാക്കി മെഷർമെൻറ്റ് എടുക്കുന്നതെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ ഡാർട്ട് പോയിൻറ്റിന് വേണ്ടി നമ്മൾ ഷോൾഡറിൽ നിന്നും നെക്കിൻ്റെ സൈഡിൽ നിന്നും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ടും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ താഴെയായിട്ട് ടോട്ടൽ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കാലിൻ്റെയും അരയുടെയും ഇടയ്ക്ക് തന്നെ പോയിൻ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോളിലോട്ടുള്ള ഡാർട്ടും കൂടി മാർക്ക് ചെയ്യണം. അതിന് നമ്മുടെ ആം ഹോൾ ടോട്ടൽ റൗണ്ട് എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്തെടുക്കണം. ഇനി ആ പോയിന്റിൽ നിന്ന് സെൻറ്റർ പോയിന്റിലോട്ട് ഒരു ജോയിൻറ്റ് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്റർ പോയിന്റിൽ നിന്ന് ആം ഹോളിലോട്ട് പോയിട്ടുള്ള ലൈനിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ആം ഹോളിൻ്റെ അവിടെയുള്ള ആ പോയിൻറ്റിൻ്റെ 2 സൈഡിലോട്ടും 1/4 ഇഞ്ച് വെച്ചിട്ട്, ഒരു സൈഡിൽ 1/4 ഇഞ്ച് വെച്ചിട്ട് ടോട്ടൽ 1/2 ഇഞ്ച് നമുക്ക് ആ സെൻറ്ററിലോട്ട് കൊടുത്ത ആ പോയിന്റിലോട്ട് ജോയിൻ ചെയ്യാം. ഇനി താഴെ ഈ വേസ്റ്റിൻ്റെ പോർഷനിൽ കുറച്ച് എക്സ്റ്റൻഷൻ മാർക്ക് ചെയ്യണം. ഡാർട്ടിന് വേണ്ടി എത്രയാണോ പോയിട്ടുള്ളത് അത് പുറത്തോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 3/4 ഇഞ്ചാണ് നമ്മൾ ഡാർട്ടിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പുറത്തേക്ക് 3/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഈ എക്സ്റ്റൻഷൻ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ മാത്രം കൊടുത്താൽ മതി, ബാക്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഇത്രേ ഉള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഔട്ടർ ലൈനിൽ കൂടിയാണ് ഫുള്ള് കട്ട് ചെയ്യേണ്ടത്. ഇതാ അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകണം. അതുകൊണ്ടാണ് ആം ഹോളും ഡാർട്ടൊന്നും കട്ട് ചെയ്ത് മാറ്റാത്തത്. പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ആ എക്സ്റ്റൻഷൻ കൊടുത്തത് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ബാക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് നെക്ക് ഡീപ്പായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് തുണിയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് നെക്ക് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡിൽ വന്ന പോർഷനും കൂടി ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ ഫുള്ള് സീം ഇട്ട് കൊടുക്കാം. താഴെ വശത്ത് 1/2 ഇഞ്ചും സൈഡിൽ 1 ഇഞ്ചും ആം ഹോളിൻ്റെ അവിടെ 1/4 ഇഞ്ചും ഷോൾഡർ 1/2 ഇഞ്ച് നെക്ക് 1/4 ഇഞ്ച് അങ്ങനെയാണ് ഞാൻ സീം ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഔട്ടർ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോണത്. അതിന് ആം ഹോൾ ആദ്യം കുഴിച്ച് വെട്ടണം. പിന്നെ ഡാർട്ട് പോയിൻറ്റും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഡാർട്ട് പോയിൻറ്റ് കട്ട് ചെയ്യുമ്പോൾ ഈ 2 ലൈൻ്റെ ഉള്ളിൽ വന്ന പോർഷൻ ഒഴിവാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ആം ഹോളിൻ്റെ അവിടെ വരെ അതുപോലെ തന്നെ കട്ട് ചെയ്യുക. ആം ഹോളും കട്ട് ചെയ്ത് മാറ്റുക. 2 സൈഡിലും ഇതുപോലെ ഡാർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സെൻറ്റർ പാനലും സൈഡ് പാനലും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഇനി സെപ്പറേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സീം മാർക്ക് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഫുള്ളിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് സീം ഇട്ട് കൊടുക്കാം. ബാക്ക് പോർഷനിൽ ഇട്ട പോലെ തന്നെയാണ് കേട്ടോ, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. ആ പാനൽസിൻ്റെ ജോയിൻറ്റിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ബാക്കി നെക്കിൽ 1/4 ഇഞ്ച്, ഷോൾഡർ 1/2 ഇഞ്ച്, ആം ഹോൾ 1/4 ഇഞ്ച്, ആ ജോയിൻറ്റിൻ്റെ അവിടെ മാത്രം 1/2 ഇഞ്ച് കൊടുക്കാം കേട്ടോ. താഴെയും 1/2 ഇഞ്ച് തന്നെ. സൈഡ് പാനലിനും അതുപോലെ തന്നെ സീം ഇട്ടെടുക്കാം. ഈ ജോയിൻറ്റ് വന്ന സ്ഥലത്ത് മാത്രം 1/2 ഇഞ്ച്, താഴെ 1/2 ഇഞ്ച്. പിന്നെ നമ്മുടെ ഈ സൈഡ് ജോയിൻറ്റ് വന്ന അവിടെ 1 ഇഞ്ചും ആം ഹോളിൻ്റെ അവിടെ 1/4 ഇഞ്ചോ കൊടുക്കണം. ഇനി ഇതും ഔട്ടർ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാം. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുവരെ ബൈ ബൈ.